ഞാൻ പറഞ്ഞത് ഞാൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേരള മോഡൽ എന്ന വിഷയത്തെക്കുറിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ലാൻഡ് റിഫോംസിനെ കുറിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ ചരിത്ര വിദ്യാർത്ഥികൾ സാധാരണ ഇഗ്നോർ ചെയ്യുന്ന പഠിക്കാത്ത ഒരു സബ്ജക്റ്റാണ് ആർക്കൈവ്സ്. ആർക്കൈവുകളെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്വന്തമായിട്ട് 2 ആർക്കൈവുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മൈഗ്രേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പിന്നെ ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് വർക്ക് ചെയ്തിട്ടുള്ളത് ഈ പിന്നെ വില്ലേജ് സെൽഫ് ഗവൺമെൻറ്റിനെ കുറിച്ചാണ്. അത് ഇന്ത്യയിൽ നമ്മുടെ ലാൻഡ് റിഫോംസ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ ആർക്കും അത് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കാതെ പോയി എന്നാണ് എൻ്റെ ഒരു ധാരണ. ജനകീയാസൂത്രണം തുടങ്ങിയപ്പോൾ പലർക്കും അതൊരു ഇതൊന്നും നടക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ ഈ പറയുന്ന പഞ്ചായത്തുകളില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഇത്രയും ആളുകൾ രക്ഷപ്പെടുകയും അതും ഈ മുഖ്യമന്ത്രിയുടെ ഇതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ഈ പിന്നെ മത്സ്യത്തൊഴിലാളികൾ വന്നതിനെക്കുറിച്ചും ഒക്കെ. സംഘടിത തൊഴിലാളി വർഗം ആണ് എല്ലാത്തിൻ്റെയും പ്രൊട്ടക്റ്റേഴ്സ് എന്ന് ഉള്ള സ്റ്റാൻഡേർഡ് മാർക്സിസ്റ്റ് ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്നും വിഭിന്നമായിരുന്നു നമ്മുടെ അതായത് സ്ത്രീകൾ, പിന്നെ കുടുംബശ്രീക്കാർ, പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ, പിന്നെ 15-നും 25 വയസ്സിനും ഇടയ്ക്കുള്ള ഈ നിങ്ങളുടെ ഇത്തരം ഇലക്ട്രോണിക് അത് ഉപയോഗിക്കാൻ കഴിവുള്ള കുട്ടികൾ, ഇവരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഈ അതേക്കുറിച്ച് അതിൻ്റെ തിയററ്റിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചും പ്രാക്ടിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചും ഒക്കെ ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഇവിടെ ഇങ്ങനെയുള്ള പല വിഷയങ്ങളും നമ്മൾ വിദ്യാർത്ഥികളെ കൊണ്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മൾ സ്വയം വിമർശനാത്മകമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ കാണുകയാണെങ്കിൽ, ഇത് ഞാൻ പലപ്പോഴും പറയുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയോടുകൂടെ പറയും. പേടിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ആളുകൾ എടുക്കും എന്നുള്ള. എനിക്ക് വിദേശത്ത് പല യൂണിവേഴ്സിറ്റീസുകളിലും പോയി പഠിപ്പിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. അവിടെ പോയി ഞാൻ ഓരോന്നൊക്കെ കാണുകയും ഇവിടെ വരികയും ചെയ്യുമ്പോൾ എന്തൊരു വ്യത്യാസമാണ്. നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ഞാൻ സാധാരണ എല്ലാ ക്ലാസ്സുകളിലും ഇപ്പോൾ കോളേജുകളിലൊക്കെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ അവരോട് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്. അതായത് കേരളത്തിൽ തന്നെ പഠിച്ച് ഇന്ത്യ മുഴുവൻ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ സയൻറ്റിസ്റ്റിൻ്റെ പേരുകൾ പറയാമോ? അപ്പോൾ മിക്കവാറും കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ സാറുമാരും ഞങ്ങളെല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്ത് ഇത്രയും നാളായിട്ട് 10 പേര് തികയ്ക്കാൻ സാധിച്ചിട്ടില്ല. 10 പേര്. ഇത് ഞാൻ പറയുന്ന കേരളത്തിന് മുഴുവൻ കൂടിയാണ്. ആദ്യം ഒരാളിങ്ങനെ ആലോചിച്ച് KN രാജൻ്റെ പേര് പറയും, CT കുര്യൻ്റെ പേര് പറയും, MGS നാരായണൻ്റെ പേര് പറയും, KN പണിക്കരുടെ പേര് പറയും, പഴയ സർദാർ KM പണിക്കരുടെ പേര് പറയും, അനന്തകൃഷ്ണ അയ്യരുടെ പേര് പറയും. പിന്നെ ഇങ്ങനെ 1ഉം 2ഉം പെറുക്കി 9 പേര് പറയും. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം, ഈ 9 പേരിൽ എത്ര പേര് കേരളത്തിൽ PhD പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ട്? പോസ്റ്റ് ഗ്രാജുവേഷൻ ആണല്ലോ നമ്മുടെ. അപ്പോൾ അതും അറിഞ്ഞോളൂടെ. ഇതിലൊറ്റയാൾ പോലും കേരളത്തിലല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യേണ്ടത് എന്ന് മാത്രമല്ല, ഈ 9-ൽ 6 പേരും ഒറ്റ കോളേജിലാണ് പഠിച്ചത്, മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്, താമ്പരം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ പിന്നെ കേരളം വിട്ട്
താമ്പരത്തെത്തുമ്പോൾ എങ്ങനെയാണ് മലയാളിയുടെ തലയിലേക്ക് ബുദ്ധി വന്നൊഴിക്കുക? എല്ലാ കുട്ടികൾക്കും ബുദ്ധിയുണ്ട്, പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ ഞാനിത് ഒരു മാനേജ്മെൻറ്റിനെ ഒന്നും കുറ്റപ്പെടുത്തുകയല്ല. ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോളേജുകളില്ലാത്ത ഏത് മാനേജ്മെൻറ്റാണ് ഉള്ളത്? കത്തോലിക്കർക്കുണ്ട്, അകത്തോലിക്കർക്കുണ്ട്, പിന്നെ MES-നുണ്ട്, NSSനുണ്ട്, SNDPക്കുണ്ട്. ഇല്ലാത്ത ഒരു സോഷ്യൽ സയൻസിൽ, മറ്റത് എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല, സോഷ്യൽ സയൻസിൽ ഇന്ത്യ മുഴുവൻ അംഗീകരിക്കുന്ന. അപ്പോൾ എന്നോട് ചിലർ ചോദിക്കും, രാജൻ ഗുരുക്കൾ, രാഘവ വാര്യർ, വെളുത്താട്ട് കേശ്, അവരും MA ഇവിടെ തന്നെയാണ് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും JNU പോയാണ് PhD ചെയ്തത്. JNUവിൽ കിട്ടിയ ട്രെയിനിങ്ങാണ് അവർക്ക് ഇന്നിപ്പോൾ അവരുടെ വർക്കിൽ ഏറ്റവും പ്രകടമായിട്ട് കാണുന്നത്. അപ്പം നമ്മുടെ വിദ്യാഭ്യാസത്തിന് എന്ത് പറ്റി എന്ന് നമ്മൾ അത് ഇപ്പോൾ ലോകത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള യൂണിവേഴ്സിറ്റികളുമൊക്കെ ആയിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ചില MP-മാർക്കും MLA-മാർക്കും MLA-മാരെ വിടുക, പിന്നെ MP-മാർക്കൊക്കെ പെട്ടെന്ന് ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറയേണ്ടി വരുമ്പോൾ വരുന്ന പ്രശ്നം നമ്മൾ കാണാറുണ്ട്. ഇംഗ്ലീഷ് പറയുന്നത് വലിയ കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ അന്തർദേശീയ ഓൾ ഇന്ത്യ ലെവലിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് അറിയാതെ പറ്റില്ല, ഹിന്ദി അറിയാതെ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും പഠിച്ച് വയ്ക്കുക എന്നുള്ളത് നമ്മുടെ രംഗത്ത് ഇപ്പോൾ ചിലർ പറയാൻ വരുമ്പോൾ പകുതിക്ക് വെച്ച് കട്ട് ചെയ്യും. എന്നിട്ട് അതേക്കുറിച്ച് പത്രക്കാർ എന്നാ പറയുന്നതിന് കളിയാക്കി ഇതുണ്ടായി. ഈയിടെ ഒരു MP-യെ അങ്ങേയറ്റം കളിയാക്കി ട്രോൾ ചെയ്യുക. ഇത് എന്തുകൊണ്ട് ധൈര്യമായിട്ട് അവർക്ക് പറഞ്ഞുകൂടാ? എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, ഞാൻ എൻ്റെ മലയാളത്തിൽ എൻ്റെ ഭാഷയിൽ ഞാൻ സംസാരിക്കും. ഞാൻ 16 വയസ്സ് 15-16 വയസ്സായ പിന്നെ ഇംഗ്ലീഷ് പഠിച്ചത്. ഇംഗ്ലീഷ് ശരിക്ക് ഞാൻ പിന്നെ എങ്ങനെ ഇത്രയും പേപ്പറുകളൊക്കെ എഴുതിയ? എൻ്റെ ഏത് പേപ്പറും എൻ്റെ ഭാര്യ കറക്റ്റ് ചെയ്ത് തരുമായിരുന്നു. ഭാര്യ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. നമ്മുടെ ഇവിടെ ഇപ്പോഴും ഇല്ലാത്തൊരു കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചകളില്ല. കോളേജുകൾ തമ്മിൽ യാതൊരുവിധ സഹകരണവുമില്ല. ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ മുട്ടിന് കോളേജുകൾ. ഈ കോളേജുകളെല്ലാം കൂടി ഒന്ന് അവരുടെ പഠന കാര്യങ്ങളിൽ ഒരുമിപ്പിക്കാവുന്നുണ്ടെങ്കിൽ അവർക്ക് നിമിഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല കോളേജായി മാറാൻ പറ്റും. തേവര കോളേജിനായിരിക്കും ചിലപ്പോൾ ഫിസിക്സിന് നല്ല ടീച്ചേഴ്സ്, ഇല്ലെങ്കിൽ ലാബറട്ടറിയൊക്കെ ഉള്ളത്. UC കോളേജിന് ഹിസ്റ്ററി ആയിരിക്കാം, മഹാരാജാസ് കോളേജിന് മലയാളമായിരിക്കാം, മറ്റേ സെയിൻറ്റ് ആൽബർട്ട്സിന് വേറെ. ഈ കോളേജുകൾ തമ്മിലൊരു യൂണിറ്റി, ഈ സ്റ്റുഡൻസിന് ഇവിടുന്ന് അവിടെ പോയി അറ്റൻഡ് ചെയ്യാം എന്ന് മാത്രം നിങ്ങൾ അനുവദിച്ചാൽ മാത്രം മതി. കുട്ടികൾ ചെയ്തോളും ബാക്കി കാര്യങ്ങൾ. അവർ തമ്മിൽ ആലോചിച്ച്, അവർ തമ്മിൽ സംസാരിച്ച്, അവർക്ക് പക്ഷേ അതിനൊരു ഗൈഡൻസ് വേണം. ആ ഗൈഡൻസ് കൊടുക്കുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിതൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ കോളേജുകളിൽ ഈ ലിബറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ അതുപോലും ഇപ്പോൾ ഇല്ല. ലിബറൽ എഡ്യൂക്കേഷൻ ഉള്ള ഒരു ഏത് കോളേജാണ് ഉള്ളത്? എനിക്ക് പക്ഷേ ഒരു ചെറിയ വ്യത്യാസം പറയാനുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയതൊന്നുമല്ല. ഈ കോൺഗ്രസ് ഗവൺമെൻറ് ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. ഇല്ലെങ്കിൽ ഇത് വരുമ്പോൾ ഇതിനെ എതിർക്കാനെങ്കിലും ആളുകളുണ്ടായിരുന്നല്ലേ. ഇതിപ്പോൾ ആരെ എതിർക്കാനുള്ളത്? ഈ കേരളത്തിലെ 1-2 പത്രങ്ങൾ എഴുതുന്നതല്ലാതെ കേരളത്തിന് പുറത്താരെങ്കിലും ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എതിർക്കാൻ വന്നത് ഈ ജാതിയുടെ പേരിലാണ്. ഇപ്പോൾ അതായത് UGCയുടെ റെസ്ട്രിക്ഷൻസ് വന്നപ്പോൾ മുന്നോക്ക ജാതിക്കാർക്ക് സീറ്റ് കുറഞ്ഞു പോവുമോ എന്ന് സംശയം. പഴയ മണ്ഡൽ കമ്മീഷൻ VP സിംഗ് ഇൻട്രൊഡ്യൂസ് നമ്മൾ തന്നെ ചെയ്ത തെറ്റുകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ള
ആളുകൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ ഇന്നിപ്പോൾ പർവ്വതീകരിച്ച് ഇവർ നടത്തുന്നു. ഇത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമുക്കുള്ള ധാരണ പോലും വളരെ ഇത് പറയുമ്പം കുട്ടികളൊക്കെ ചോദിക്കും, സാറിന് പിന്നെ എന്നാന്ന് യൂറോപ്പിൽ പോയി പഠിക്കണോ ഞങ്ങൾ? നിങ്ങൾ യൂറോപ്പിലൊന്നും പോകണ്ട. അവിടെ പഠിപ്പിക്കുന്ന അവിടെ നിന്ന് കുട്ടികൾ ഈ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ പഠിക്കാൻ വരും. മംഗോളിയ മുതൽ പിന്നെ കൊളംബിയയിലൊക്കെ ഉള്ള കുട്ടികൾ വരും. അവർ പഠിക്കാൻ വരുന്ന അവിടുത്തെ ലൈബ്രറിയിൽ 1,00,000-ഓളം പുസ്തകങ്ങളുണ്ട്. ഈ തിരുവനന്തപുരത്ത് പോലും ഉള്ള കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ 1,00,000 പുസ്തകങ്ങൾ ആ ലൈബ്രറിയിലുണ്ട്. ആ പുസ്തകങ്ങൾ വായിച്ച് വേണമെങ്കിൽ നമുക്ക് ജീവിതം ചിലവാക്കാം. അവരങ്ങനെ അതും പോയിക്കും. അവർക്ക് പഠിക്കാനുള്ള വിഷയം ഇന്നതാണ്, അതിന് വേണ്ട വിവരങ്ങൾ എവിടെ കിട്ടും എന്നുള്ളത് മാത്രം നോക്കി അവരത് പഠിച്ച് പാസ്സായി പോകുന്നത്ര. എന്നിട്ട് എന്ത് പറ്റും? നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശത്ത് ജോലി കിട്ടി. എന്തെന്ന ജോലി? ഏതെങ്കിലും സായിപ്പ് നടത്തുന്ന കമ്പനിയുടെ അതിൻ്റെ ചെയർമാനോ മാനേജിങ് ഡയറക്ടറോ ആവും. അപ്പോൾ പറയുമ്പോൾ വലിയ അയാളെ മുതലാളി പറയുക നിങ്ങൾ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം. നമ്മൾ സ്വന്തമായിട്ടൊരു ഫാക്ടറി തുടങ്ങുമോ, സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങുമോ, ഒന്നും ചെയ്യാൻ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ആരും പോയി ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ കേൾക്കാറില്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ആൾക്കാരാരാ? IAS IPS പാസ്സാകുന്നവർ, ഇല്ലെങ്കിൽ IIT-യിലും IIM-ലും അഡ്മിഷൻ കിട്ടുന്നവർ. IIT-യിൽ അഡ്മിഷൻ കിട്ടുന്നവൻ പിറ്റേ ദിവസം അമേരിക്കയ്ക്കോ എവിടെയെന്ന് വെച്ചാൽ അവൻ പോവും. IAS-കാരനും IPS-കാരനും പഴയ ഫ്യൂഡൽ മുതലാളി നേതാക്കന്മാരെക്കാൾ വലിയ സൗകര്യങ്ങളോടെ രാജ്യം കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ഞാൻ പറയുന്നത് മനസ്സിലായി. അതായത് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തമായിട്ട് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ള. പിന്നെ നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള എത്ര കുട്ടികൾ നിങ്ങൾ കാണും? ഞാൻ എൻ്റെ അടുക്ക് വരുന്ന എല്ലാ കുട്ടികളോടും, എൻ്റെ അടുക്ക് ഇപ്പോഴും സ്റ്റുഡൻസ് വരും, നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ പോയത് വായിച്ചിട്ട് വാ. നമ്മൾ ഒരു കാലത്ത് മതം പറഞ്ഞു, ഇല്ലെങ്കിൽ ദൈവം അതിന് സന്യാസിമാർ പറഞ്ഞു, പിന്നെ ശരി, അത് അന്ന്. ഇന്ന് നമുക്കത് പറ്റില്ലല്ലോ. ഇന്നിപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു ഇത് ചെയ്യണമെന്ന്, അതാണ് ഇത് എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. നിങ്ങൾക്കിന്ന് ചെയ്യാവുന്നത് ചെയ്യേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറയുന്നു അതാണ് ചെയ്യേണ്ടത്. ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന അടിസ്ഥാന മൂല്യങ്ങൾ, മതസൗഹാർദ്ദം, നമുക്കിപ്പോൾ ഇതെല്ലാം കൂടെ പോരാഞ്ഞിട്ട് മതസൗഹാർദ്ദവും മറ്റതും മറിച്ചതും ഒക്കെ മാറ്റിയിട്ടിപ്പം കക്ഷി രാഷ്ട്രീയം. ഈ കക്ഷി രാഷ്ട്രീയം ഏത് രാഷ്ട്രീയത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? അതായത് ഞാൻ കോൺഗ്രസ്സുകാരനാണ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്, നിങ്ങൾ പിന്നെ BJP-ക്കാരനാണ്. നമ്മൾ മൂന്നുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ആദ്യം മുതൽ താൻ BJP-ക്കാരനാണെന്നാൽ നിങ്ങളിതേ പറയുള്ളൂ. നിങ്ങൾ ഈ രീതിയിൽ നമ്മൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്. ഞാൻ ഈയിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷ നേതാവിനോട് ചോദിച്ചു, നിങ്ങൾ ശരിക്കും BJP-ക്ക് എതിരാണ്, BJP-യുടെ കാര്യങ്ങൾക്കൊക്കെ എതിരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ഇതിനെ എതിർക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി അടുത്ത പാർലമെൻറ്റ് ഇലക്ഷന് 10-10 സീറ്റ് ഡിവൈഡ് ചെയ്ത് മത്സരിച്ചുകൂടെ? ഇതിനേക്കാൾ വലിയൊരു ഉത്തരം കൊടുക്കാൻ പറ്റുമോ BJP-ക്ക്? ഞങ്ങളൊരു കേരളം എന്ന് പറയുന്ന രാജ്യം, സംസ്ഥാനം ഒന്നിച്ച് നിന്ന് നിങ്ങൾ വേണ്ട, ഞങ്ങൾ തന്നെ കാര്യങ്ങൾ നോക്കിക്കോളാം. 10-10 ഞാൻ പറഞ്ഞത് ഏതാണ്ട് ഈക്വൽ സ്ട്രെങ്ത് ആണല്ലോ രണ്ട് പാർട്ടിക്കും. ഈ രണ്ട് പാർട്ടിക്കും അത് ചെയ്യാൻ മേലെ. നമ്മൾ ആവശ്യമില്ലാത്ത വഴക്കുകളും പിന്നെ
മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ 11 പേരുള്ളൊരു പിന്നെ പഞ്ചായത്തിൽ 6 പേര് ഒരു വശത്ത് വോട്ട് ചെയ്തു, 5 പേര് മറുവശത്ത് വോട്ട് ചെയ്ത ഈ 6 മണ്ടന്മാർ വോട്ട് ചെയ്തത് ശരിയാണെന്നും 5 മണ്ടന്മാർ വോട്ട് ചെയ്തത് തെറ്റാണെന്നും വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. മെജോറിറ്റേറിയനിസത്തിന് നമ്മൾ വഴിവെച്ച് കൊടുത്തു. ഇതിപ്പോൾ മെജോറിറ്റേറിയനിസം അവർ പറയുന്ന മെജോറിറ്റി ഓഫ് എം പിമാർ ഞങ്ങളുടെ ആൾക്കാരാണ്, ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ കേട്ടിക്കണം. മെജോറിറ്റി ഓഫ് ഇന്ത്യൻസ് ഹിന്ദുസാണ്, അതിന് വേണ്ടിയിട്ട് ഹിന്ദുസിനെ പല വിധത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണം. ഈ മെജോറിറ്റേറിയനിസത്തിന് നമ്മൾ വഴിവെച്ച് കൊടുത്തത് തന്നെ വലിയ തെറ്റായിപ്പോയി എന്ന് പറയാവുന്നേ പറ്റുള്ളൂ. എന്നെപ്പോലൊരു റിട്ടയർ ചെയ്തൊരു ചരിത്ര അധ്യാപകന് പറയാനേ പറ്റുള്ളൂ. പക്ഷേ ഞാൻ മരിക്കുന്നവരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ ഈ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവിനെക്കുറിച്ചാണല്ലോ സൂചിപ്പിച്ചത്. ശരിക്കും നമ്മൾക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഇനി പറയാൻ പോകുന്നത് ഇതിനേക്കാൾ അപകടം പിടിച്ച കാര്യമാണ്. കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായി എന്ന് മിക്കവരും വിശ്വസിക്കുന്നു. ഞാൻ ഗുരുതുല്യരായിട്ട് കരുതുന്ന പി ഗോവിന്ദപിള്ളയും ഹൃദയകുമാരി ടീച്ചറും ഇവർ രണ്ടുപേരും നവോത്ഥാനം ഉണ്ടായി എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു ചരിത്രകാരൻ്റെ പ്രിസിഷൻ ഉപയോഗിച്ച് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ നവോത്ഥാനത്തിൻ്റെ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. നവോത്ഥാനത്തിലേക്ക് നയിക്കുന്ന സോഷ്യോ റിച്വലിസ്റ്റിക് റിഫോം മൂവ്മെൻറ്റ്സ്, അതാണ് SNDPയും NSSും മറ്റ് സംഘടനകളൊക്കെ. അതിലേറ്റവും പ്രഗത്ഭമായത് പ്രസിദ്ധമായത് SNDP ആണ്. ഈ മൂവ്മെൻറ്റ്സ് നമ്മളെ പല കാര്യങ്ങളും, നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ വേണ്ട, ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അത് നവോത്ഥാനത്തിൻ്റെ ഒരു പ്രധാന സംഗതിയാണ്. നിങ്ങൾ പറയുന്നു നിങ്ങൾ തൊട്ടുകൂടാതെ തീണ്ടിക്കൂടാ എന്നൊക്കെ പറയും. അപ്പോൾ തൊട്ടുകൂടാതെ തീണ്ടിക്കൂടാത്ത ആൾക്കാരുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളവിടെ നോക്കിയാൽ എൻ്റെ മേശയിൽ കാണാം. ഞാൻ ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരെന്നോട് പലപ്പോഴും ചോദിച്ചതിൻ്റെ ഫലമായിട്ട് ഞാനൊരു ഇത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സമഗ്ര വികസന പദ്ധതി. ഇവിടെ പാലം വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ഒരു പാലം വന്നാൽ പ്രശ്നം മുഴുവൻ തീരും. പാലം വന്നാൽ ആർക്കാ ഉപകാരം ഉണ്ടാകുക? പാലം വന്നാൽ പെട്ടെന്ന് അങ്ങേക്കരെ ചെല്ലാവുന്നില്ലേ? പാലം വന്നാൽ അതായത് ഓടിച്ചു പോകാനായിട്ടൊരു കാറോ ഒരു മോട്ടോർ സൈക്കിളോ എന്തെങ്കിലും വേണ്ടേ? ഇതുള്ള എത്ര പേരുണ്ട് ഈ കാക്കത്തുരുത്തേൽ?